ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ജനറൽ സർവീസ് ആയിട്ടുള്ള വർക്കിനെ പറഞ്ഞാണ്. അപ്പോൾ അതും പ്രകാരം നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് വണ്ടി ജനുവരി മാസം വന്നാണ്, 2025 ജനുവരി 20-ാം തീയതി വന്ന വണ്ടിയാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് വൈകി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നതും കുറേ കംപ്ലയിൻസുകളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. വണ്ടി മെയിൻ സ്റ്റാൻഡ് ഉണ്ടായില്ല, നമുക്ക് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ കാളിപ്പർ അസംബ്ലി ഒന്നും വണ്ടിയും ഇല്ല നിലവിൽ. അങ്ങനെ കുറേ പോരായ്മകളുള്ള വണ്ടിയാണ്. നമുക്കതിപ്പോൾ നമ്മൾ നിലവിൽ ഫസ്റ്റ് നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കുറേ നാൾ മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം വീണ്ടും റെസ്പോണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ വണ്ടി വീണ്ടും പെൻഡിങ് ആയി. കാർബറേറ്റർ വീണ്ടും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്ത് പ്ലഗ് മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു. വണ്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നീട് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട ജനറൽ സർവീസും കൂടി ചെയ്യാൻ പറഞ്ഞ പ്രകാരം നമ്മൾ അതിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ലൈൻ തന്നെ കറക്റ്റ് വയറിങ് എന്തോ കംപ്ലയിൻ്റ് ആണ്. ലൈൻ തന്നെ കറക്റ്റായിട്ട് വരുന്നില്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു വർക്കാണ്. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റി നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കണേ. തന്നെയല്ല, നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ടും ബ്രേക്കിൻ്റെ ഈ ലൈനറിൻ്റെ അവസ്ഥ മോശമായതുകൊണ്ട് നമുക്ക് ലൈനർ മാറ്റി പുതിയത് ഇടേണ്ടത് അത്യാവശ്യമാണ്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. സൈഡ് അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ച വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹബിനകത്ത് നോക്കുമ്പോൾ ഹബിൻ്റെ എല്ലാ ഭാഗത്തും ലൈനർ പിടിക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട്. അത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ഇടുമ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. അത് നമുക്ക് പരമാവധി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ബ്രേക്ക് ലൈനർ ഒറിജിനൽ ഇടാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ആവും എന്ന് വേണം വിചാരിക്കാനായിട്ട്. അത് നമുക്ക് ഓടിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കും. കുറച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റും ഉപയോഗിക്കാണ്ടിരുന്നൊരു ഹാർഡായ ഒരു അവസ്ഥയിലാണ്. കമ്പനി ബെൽറ്റാണ് കിടക്കുന്നതുമേ, വേറെ പ്രോബ്ലം നിലവിൽ കാണുന്നില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെയാണത്. നോർമൽ തേമാനങ്ങളൊക്കെ ഉള്ളൂ, കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിട്ടേക്കാം കേട്ടോ. ക്ലച്ച് യൂണിറ്റും ബാക്കിലത്തെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ക്ലച്ചിനപ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. അത്രയാണ് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വന്നത്. പിന്നെ മെയിൻ സ്റ്റാൻഡ് ഓൾറെഡി ഉണ്ടായില്ല. അപ്പോൾ മെയിൻ സ്റ്റാൻഡ് നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ സ്റ്റാൻഡ് സ്പ്രിങ്, മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്ന് കാര്യങ്ങളൊക്കെ മാറ്റാമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടാണ് വണ്ടി സർവീസിന് തന്നെ കയറ്റിയത്. പിന്നെ ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഓൾറെഡി നമുക്ക് ഉള്ളതാണ്. കാർബറേറ്റർ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്തായാലും നല്ല രീതിയിൽ ഓവർഫ്ലോ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇത് ഇരുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ക്ലീനർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റാനാണ് മാർഗ്ഗമുള്ളൂ. പരമാവധിയും നമ്മൾ ട്രൈ ചെയ്യാം. മാക്സിമം കംപ്ലയിൻറ്റ് ഇല്ലാതെ കൊണ്ട് ഓടിക്കാവുന്ന രീതിയിലേക്ക് ഓവർഫ്ലോൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് കാണിക്കുള്ളൂ. അതില്ലാതിരിക്കാനായിട്ട് മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് സീറ്റ് ചെയ്തതിന് ശേഷം ഫ്ലോട്ട് വാൽവ് ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്ത് നോക്കാം. അതാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ വീണ്ടും കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബറേറ്റർ അസംബ്ലി നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ഈ 2 കേബിളുകളും മാറ്റിയാലാണ് നമുക്ക് ക്ലിയറായിട്ട് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ. സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു എത്ര എസ്റ്റിമേറ്റ് വരും എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ഫിഗർ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി കയറ്റിയേക്കണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊക്കെ നോക്കിയായിരുന്നു. ലെവൽ കുറവുണ്ട്. ഓയിൽ തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ലെവൽ കുറവുള്ള ഓയിൽ നമുക്ക് അതിനകത്തുനിന്ന് ടോപ്പ് പെയിൻ്റായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. പ്ലഗ് ഞാനിപ്പോൾ പുതിയതാണ് ഇത് ഇട്ടേക്കണം. ഇതുമ്പോൾ കിടന്നിരുന്ന പ്ലഗ് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ പുതിയത് മാറ്റിയിട്ടിട്ട് നമ്മൾ ഓടിച്ച് നോക്കിയതാണ്. ഓടിച്ച് നോക്കിയിട്ട് വെച്ചായിരുന്നതാണ്. പിന്നെയും കുറേ നാൾ ഇങ്ങനെ ഇരുന്നു. അതിന് ശേഷം രണ്ടാമത് വീണ്ടും കയറിയാണ്. ഏകദേശം 8 മാസത്തോളമായി വണ്ടി ഓടി ഇരിക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയൊക്കെ ഉണ്ട്. വാട്ടർ സർവീസൊക്കെ ചെയ്യേണ്ടെങ്കിൽ കൂട്ടത്തിക്കടൊക്കെ ഒന്ന് ഓപ്പണായിട്ടൊന്ന് കഴുകി ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ ഒരു പരിധി വരെ ആ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഇവിടുത്തെ ഫ്ലാപ്പൊക്കെ ചാടി പോയിട്ടുണ്ട്. ആ ഫ്ലാപ്പൊക്കെ ഒന്ന് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗത്തേക്ക് ചെളി അടിച്ച് കയറുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നീടുള്ള കംപ്ലയിൻസുകൾ ഇല്ലാത്ത രീതിയിൽ ആവറേജ് ഒരു കണ്ടീഷനിൽ നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ ബ്രേക്കിൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമുക്കിതുമ്പോൾ കാളിപ്പർ അസംബ്ലി പോലും ഇല്ല. അതൊക്കെ അഴിച്ചു കളഞ്ഞേക്കാം. മൺകാട് ഫ്രണ്ട് മൺകാട് ബെൻഡുണ്ട്, മടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് തൽക്കാലം നമുക്കൊന്ന് ഫ്ലെയറൊക്കെ ഇട്ടത് പിടിച്ച് റെഡിയാക്കി വെക്കാം.
ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. എൻ്റെ വോൾട്ട് വളരെ കുറവാണ്. അത് കുറേ നാളിങ്ങനെ ഇരുന്നതിൻ്റെ ആവാം. നമുക്കതൊന്ന് അഴിച്ച് ഒന്ന് ചാർജ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അതിനുശേഷം സെൽഫും മോട്ടറുമായി മോട്ടറൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് റെഡിയാക്കി റീസെറ്റ് ചെയ്യേണ്ടി വരും. സെൽഫ് റിലേ മാറ്റേണ്ടി വരും. സെൽഫ് സ്വിച്ച് അതിനോടനുബന്ധിച്ച് വന്ന ഐറ്റംസാണ് വരാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് എന്തൊരു കംപ്ലയിൻറ്റ് കൂടി നമുക്ക് പ്രത്യക്ഷത്തിൽ ആ ലൈൻ അവിടെ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഏകദേശം ഉൾപ്പെടുത്തി അപ്രോക്സിമേറ്റ് എത്ര ഏകദേശം എസ്റ്റിമേറ്റ് വരും എന്നുള്ളത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. ഇതിനകത്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000 രൂപ കണ്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് എമൗണ്ട് എത്ര വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ അഡ്വാൻസ് നമുക്ക് വീണ്ടും അടച്ചാലാണ് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് വണ്ടി ഇവിടെ ഇരിക്കാൻ പാടില്ല. കാരണം വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോയിക്കോണം. അപ്പോൾ അതാണ് ഇരുന്നാൽ വീണ്ടും കംപ്ലീറ്റ് വരും. അപ്പോൾ നമ്മളിപ്പോൾ ആ കാർബേറ്റൊക്കെ വീണ്ടും അഴിക്കേണ്ടി വന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് ചിലവ് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതും പ്രകാരം നോക്കിയിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം. അതല്ലെങ്കിൽ നേരിട്ട് ഫോൺ വിളിക്കാം. ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി ക്ലോസ് ചെയ്യാം. ഓക്കെ.